ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെയിലൊക്കെ പോയി മഴയായില്ലേ, പക്ഷേ ഞാനത് ഇപ്പം ഒരു സമ്മർ സെറ്റ് മേക്കപ്പ് ലുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഓടി വരാം. ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മാമ എർത്തിൻ്റെ റൈസ് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇത് നല്ലൊരു ലൈറ്റായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. നമുക്ക് വയർപ്പും ചൂടും ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ്. അത് കഴിഞ്ഞ് ഫോക്സ് ടെയിലിൻ്റെ ഒരു മാറ്റ് സൺസ്ക്രീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് വേനൽക്കാലത്ത് ചൂടുള്ള സമയത്തൊക്കെ പറ്റിയൊരു സൺസ്ക്രീനാണ്. ഫൗണ്ടേഷനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ ലാക്മേയുടെ CC ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എൻ്റെ കണ്ണിൻ്റെ അടിയിൽ നല്ല രീതിക്ക് ഡാർക്ക്നെസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ ഈ ലോറിയലിൻ്റെ കൺസീലർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ണിൻ്റെ ചുവട്ടിൽ മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പം റെനയുടെ ഒരു സെറ്റിംഗ് പൗഡർ, ലൂസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യം പഫ് വെച്ചിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ തന്നെയുള്ള പൗഡർ ബ്രഷ് വെച്ചിട്ട്, ഇത് മാർസിൻ്റെ ആണ് തോന്നുന്നു കേട്ടോ, അപ്പോൾ അത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത പൗഡറൊക്കെ കളഞ്ഞിട്ട് ആവശ്യമുള്ളത് മാത്രം ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്തത് കേട്ടോ. ഐബ്രോസ് എഴുതാനായിട്ട് ഇത് മാർസിൻ്റെ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ആദ്യം ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഉള്ളിൽ മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാനിപ്പം കൂടുതലായിട്ട് ഇല്ലാത്ത ഐബ്രോസ് കൂടുതലായിട്ട് കട്ടിക്ക് വരയ്ക്കാറില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് കുറച്ച് നല്ലൊരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ, കണ്ണ് അങ്ങനെ ഒഴിച്ചിടണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതിനുശേഷം മാമ എർത്തിൻ്റെ കാജൽ, ഇത് അത്യാവശ്യം നല്ലൊരു കാജലാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊരു വാലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മേബലിൻ്റെ ഐലൈനർ പെന്നാണ് കേട്ടോ. അപ്പം ഇത്ര മതി എനിക്ക്. കണ്ണ് ഇത്ര തന്നെ ആയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാലും നമ്മൾ ഒരു മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മസ്കാരയും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ച് മാർസിൻ്റെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള മസ്കാരയാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് മസ്കാര ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞു. പിന്നെ ബ്ലഷിന് ഞാൻ മാർസിൻ്റെ ബ്ലഷ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത്തിരി മതി, ഞാൻ എടുത്തതിരി കൂടി പോയി. പിന്നെ എനിക്ക് പേടിയായി, കവളത്തടി കിട്ടിയ മാതിരി ചുവന്ന് എടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാനതൊന്ന് ശരിയാക്കി എടുത്തു കേട്ടോ. ഞാൻ 2 ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. 2 ലിപ്സ്റ്റിക്ക് അല്ല, ഒരു ലിപ്സ്റ്റിക്കും പിന്നെ ഒരു ലിപ് ഗ്ലോസും കൂടി എടുത്തിട്ടാണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുത്തിട്ടുള്ളത്. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അത്രയേ ഉള്ളൂ. എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ ഇടയ്ക്കെങ്കിലും നമുക്ക് എന്താ പറയുക, നമ്മളെ നന്നാക്കി കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള മേക്കപ്പുകളും കാര്യങ്ങളൊക്കെ നല്ലതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.